നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയിട്ട് അത് നാളെ ആകട്ടെ, ഇന്ന് വേണ്ട, വേറൊരു ദിവസമാകട്ടെ, ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്ന ശീലമുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ മൊബൈലിൽ നോക്കിക്കൊണ്ടേയിരുന്ന് ദിവസം ഇങ്ങനെ കളഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കാനായിട്ട് അലാം വെച്ചിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ആ അലാം ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നു. ഇതെല്ലാം മടിയുടെ ലക്ഷണങ്ങളാണ്. ലേസിനെസ് വിൽ നോട്ട് ഡിസപ്പിയർ ഓൺ ഡേ. ഇത് മാറ്റണമെങ്കിൽ നമ്മൾ ഈ മടിയോടുകൂടി പൊരുതി ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ സാധിക്കുകയുള്ളൂ. സ്റ്റീഫൻ പ്രസ്ഫീൽഡിൻ്റെ ഡു ദ വർക്ക് എന്ന ബുക്കിൽ നമ്മൾ ഈ മടിയെക്കുറിച്ചാണ് പറയുന്നത്. മടി എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് കണ്ടിന്യൂ ചെയ്യാതിരിക്കാനുള്ള ഒരു റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ക്രിയേറ്റീവ് വർക്ക് ചെയ്യാതിരിക്കാനുള്ള റെസിസ്റ്റൻസ്. ഇതെല്ലാം എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഡൂ ദ വർക്കിൽ വേറൊരു കാര്യം പറയുന്നത് മങ്കി മൈൻഡിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് നടക്കുമോ, ഇത് എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെന്തോ ഈ അടുത്ത വേറൊന്നിലേക്ക് പോകും. അതുപോലെ തന്നെ വേറൊന്ന് ഈ ഡു ദ വർക്കിൽ പറയുന്നത് ഡോണ്ട് ഓവർ തിങ്ക്. നമ്മുടെ തലച്ചോറ് പല കാര്യങ്ങളും നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുക, പല എക്സ്ക്യൂസസും പല കാര്യങ്ങളും നമ്മുടെ തലച്ചോറ് കൊണ്ടുവരും. പക്ഷെ നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാം മുന്നോട്ടങ്ങ് പോകേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പലരെയും നോക്കിയാൽ മനസ്സിലാക്കും, പല ആൾക്കാരും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ട് അവർക്കൊരു മടിയില്ലാതെ പോകുന്നു. അപ്പോൾ വിചാരിക്കും ഇവർക്കൊന്നും മടിയില്ലായിരിക്കും. പക്ഷേ ശരിക്കും അങ്ങനെയല്ല, എല്ലാവർക്കും മടിയുണ്ട്. അവരതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു. നമുക്കിനി മടിയുടെ കാരണങ്ങൾ നോക്കാം. മടിയുടെ ഒന്നാമതായിട്ട് ഓരോരോ കാരണങ്ങളായിട്ട് നോക്കാം. ഒന്നാമത് ഓവറോൾ ഫ്രം ബിഗ് ഗോൾസ് എന്ന് പറഞ്ഞാൽ ബിഗ് ഗോൾസ് നമുക്ക് കീഴടക്കാൻ സാധിക്കുമോ? നമുക്കൊരു ബിഗ് ഗോളുണ്ട്, പക്ഷേ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ? അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് തുടങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്കതിന് ഇത്രയും ദൂരം യാത്ര ചെയ്യണമല്ലോ എന്ന് ചിന്തിക്കും. അപ്പോൾ അതിന് വേണ്ടുന്നത് നമ്മൾ ആ ബിഗ് ഗോളിനെ അതിനെ ചെറിയ ചെറിയ കാര്യങ്ങളാക്കി മാറ്റി, നമുക്ക് ഓരോ ചെറിയ ചെറിയ ഗോളുകളാക്കി മാറ്റിക്കൊണ്ട് നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. ഫിയർ ഓഫ് ഫെയിലിയർ ഓഫ് സക്സസ് ആണ് രണ്ടാമത്തേത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സക്സസ് കിട്ടുമോ, നമ്മൾ തോറ്റു പോകുമോ എന്നുള്ള ഒരു ഭയം. മൂന്നാമതായിട്ട് ലാക്ക് ഓഫ് ക്ലിയർ പ്ലാൻ. ലാക്ക് ഓഫ് ക്ലിയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ പ്ലാൻ ഇല്ലാതെ നമുക്കൊരു കാര്യവും നേടിയെടുക്കാൻ പറ്റുകയില്ല. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മടി ഉണ്ടാവുകയും ചെയ്യും. പിന്നീട് കംഫർട്ട് സോൺ ട്രാപ്പാണ്. കംഫർട്ട് സോൺ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ കംഫർട്ട് സോണിലിരിക്കുക. കംഫർട്ട് സോൺ നമ്മളൊരു സുരക്ഷിതമായ ഒരു മാർഗത്തിൽ. കാരണം ഒരു എക്സാമ്പിൾ പറയാം, ഒരാൾക്ക് അത്യാവശ്യത്തിന് ജോലിയുണ്ട്, പൈസ കിട്ടുന്ന ഒരു ജോലിയാണുള്ളത്, പുള്ളി ഫാമിലിയോടൊക്കെ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. പക്ഷേ പുള്ളിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അപ്പോൾ പുള്ളി ഇതിൽ നിന്ന് ഔട്ടായെങ്കിൽ, ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ മാത്രമേ പുള്ളിക്ക് കൂടുതൽ ഇൻകം കിട്ടുകയുള്ളൂ, കൂടുതൽ പോകാനും സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ കംഫർട്ട് സോൺ ഉള്ളതുകൊണ്ട് പുള്ളി പുറത്തേക്ക് പോകാൻ മടി കാണിക്കുക. അതാണ് കംഫർട്ട് സോൺ ശരിക്കും ഒരു ട്രാപ്പ് തന്നെ ആണ്. ലാക്ക് ഓഫ് ഇമ്മീഡിയറ്റ് റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിവാർഡ്സ്, ഒരു കാര്യം ചെയ്താൽ നമ്മുടെ ആ ബിഗ് ഗോൾസിലേക്കുള്ള യാത്രയിൽ നമുക്ക് പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടത്തില്ല, കുറച്ച് യാത്രയുണ്ടാവും. അപ്പോൾ നമ്മൾ ഭയങ്കര മടി തോന്നും, ഇനി എത്ര ദൂരം പോകണം ആ ഒരു കാര്യം നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ യാത്രയുടെ ഇടയിൽ കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കും ആ ഗോൾസിലേക്കുള്ള യാത്രയിൽ. അവ ഓരോന്നും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക, നമ്മളങ്ങ് ആഘോഷിച്ചു പോകണം. അപ്പോൾ നമുക്ക് ഈ മടി ഉണ്ടാകുകയില്ല. പിന്നീട് അടുത്തത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫാറ്റീഗാണ്. ഈ മെൻ്റൽ ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്നവരായിരിക്കും ധാരാളമുള്ളത്. നമുക്ക് അവരുടെ എല്ലാം കൂടെ കേട്ടിട്ട്, അവരുടെ ഓരോ അഭിപ്രായങ്ങൾ കേട്ടിട്ട് നമ്മൾ ഡൗൺ ആയിരിക്കും. പക്ഷേ അപ്പോൾ നമുക്ക് ഭയങ്കര മടി തോന്നും. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ പോകണം. അതുപോലെ ഫിസിക്കൽ ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ വളരെ ക്ഷീണിച്ചിരിക്കുമ്പോഴും നമുക്ക് മടിയുണ്ടാകും. അപ്പോൾ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫാറ്റീഗ് ആയിരിക്കുമ്പോൾ നമ്മൾ മടിയുണ്ടാകും. പിന്നെ പെർഫെക്ഷൻ.
നമുക്ക് സാധാരണ ഭയങ്കര പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ആ ഇംപെർഫെക്ഷൻസിനെ കുറച്ചൊക്കെ പെർഫെക്ഷൻ ഇല്ലായ്മയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോയില്ലെങ്കിൽ നമുക്ക് മടി തോന്നും. പിന്നെ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇതായിരിക്കുകയല്ല, ഗോളായിരിക്കുകയല്ല നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്, നമ്മുടെ പേരൻസിൻ്റെ ഇഷ്ടം അനുസരിച്ചൊരു ഗോളായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇഷ്ടമില്ലാതെയാണ് ആ ഗോളിലേക്കുള്ള യാത്ര. അതുകൊണ്ട് നമുക്ക് മടി തോന്നാം. മടി എങ്ങനെ മാറ്റാം? എല്ലാവർക്കും മടിയുണ്ട്. നമ്മൾ എന്നാലും അതിന് ഈ മടിയെ മാറ്റിയെടുത്തേ പറ്റുള്ളൂ, എന്നാലേ നമുക്ക് ഉയരങ്ങളിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മടി എങ്ങനെ മാറ്റാനുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്ക് വലിയ ഗോളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വലിയ ഗോളിൽ നമ്മൾ ഇൻക്രിമെൻ്റൽ സ്റ്റെപ്പിലൂടെ എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിലേക്ക് എത്തുന്ന ഓരോരോ സ്റ്റെപ്പുകൾ, ആ സ്റ്റെപ്പിലൂടെ നമുക്ക് മുകളിലേക്ക് അങ്ങനെ പോകാം. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്, ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കയറി. ആ ഒന്നാമത്തെ സ്റ്റെപ്പിൽ കയറുമ്പോൾ നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ ആ ഫസ്റ്റ് സ്റ്റെപ്പിലായിരിക്കും. അങ്ങനെ നമുക്ക് മുകളിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഒറ്റ സ്ട്രെച്ചിൽ പോകാതെ നമ്മൾക്കിങ്ങനെ ഇൻക്രിമെൻ്റൽ സ്റ്റെപ്സിലൂടെ മുകളിലേക്ക് കയറാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തത് നമുക്ക് വേണമെങ്കിൽ ഇടവേളകൾ കൊടുക്കാം. ഇടവേളകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വർക്കിൻ്റെ ബേൺ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇടവേളകൾ കൊടുക്കാം. ഒന്നാമത് നമ്മളിപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ഒരു 25 മിനിറ്റ് ഇരുന്ന് വർക്ക് ചെയ്യുന്നു, അടുത്ത 5 മിനിറ്റ് ഇടവേള കൊടുക്കുന്നു. അങ്ങനെ 4 പ്രാവശ്യം 5 മിനിറ്റ് 25 മിനിറ്റിന് ശേഷം കൊടുത്തതിന് ശേഷം പിന്നീടുള്ളതിന് 30 മിനിറ്റ് കൊടുത്ത് അങ്ങനെ ഈ ബേൺ ഔട്ട് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് മടി തോന്നുകയില്ല. പിന്നീടുള്ളത് ഇംപെർഫെക്ഷൻസ് ഒഴിവാക്കാം. ഇംപെർഫെക്ഷൻസിനെ ഒഴിവാക്കുകയല്ല, അംഗീകരിക്കുക. എന്നിട്ട് നമ്മൾ പെർഫെക്ഷൻസിനെ സ്വീകരിക്കാനായിട്ട് ഇരിക്കാതെ ഇംപെർഫെക്ഷൻസിനെ കുറേയൊക്കെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ, കാരണം പെർഫെക്ഷൻസിനെ നോക്കിക്കിരുന്നാൽ ഒരിക്കലും നടക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇംപെർഫെക്ഷൻസിനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അടുത്തത് നമ്മുടെ ഒരു ജാപ്പനീസ് ടെക്നിക്ക് ഉണ്ടല്ലോ, ഇക്കിഗൈ. ആ ഇക്കിഗയിലും നമുക്കിഷ്ടമുള്ളതിനെ കണ്ടുപിടിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു കരിയറിൻ്റെ കാര്യം തന്നെ നോക്കാം. നമുക്കിഷ്ടമുള്ളത്, നമുക്ക് കഴിവുള്ളത്, നമ്മുടെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നത്, വേൾഡ് എന്താണ് വേൾഡിന് എന്താണ് വേണ്ടത്, ഇത് ഇത്രയും നോക്കി നമ്മളൊരു കരിയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഒരു ഡാൻസ് ആയിരിക്കാം നമുക്കിഷ്ടം, പാട്ടായിരിക്കാം ഇഷ്ടം, അപ്പോൾ നമുക്കതിൻ്റെ സ്കില്ലുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ സിറ്റുവേഷൻ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ വേൾഡിന് അത് ആവശ്യമാണോ, അതുകൊണ്ട് വേൾഡിന് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഒരു കരിയർ നമ്മൾ ഡെവലപ്പ് ചെയ്താൽ നമുക്കിഷ്ടമുള്ളതാണ്. അപ്പോൾ നമുക്ക് മടി തോന്നുകയില്ല. പിന്നീട് നമ്മൾ ഈ അമിത ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കാം. അമിത ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ടയേർഡാകും. അതേസമയം നമ്മളൊരു 80% നമ്മുടെ വയറ് നിറയ്ക്കുക, അത്രയും മാത്രം ചെയ്താൽ തന്നെ നമുക്ക് നമുക്ക് അത്രയും മടി തോന്നുകയില്ല ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നീടുണ്ടാകുന്നത് നമ്മളെ തന്നെ ഒന്ന് പരിചരിക്കുക. നമ്മൾ ഒരു സെൽഫ് ലവ് എന്ന ഒരു കണക്കിൽ നമ്മളെ തന്നെ പരിചരിച്ച് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമുക്ക് മടി ഒഴിവാക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തത് നമുക്ക് ബിഗിനേഴ്സ് മൈൻഡോട് കൂടിയിരിക്കണം. ഒരു ബിഗിനേഴ്സ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാമെന്നുള്ളതല്ല, നമുക്ക് എന്തൊക്കെ ഗ്രഹിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു നമ്മൾ ഓപ്പൺ മൈൻഡോടുകൂടി, ക്യൂരിയോസിറ്റിയോടുകൂടി, ജിജ്ഞാസയോടുകൂടി അത് ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ മടി ഉണ്ടാകുകയില്ല. കാരണം നമുക്കത് അറിയാനുള്ള ഒരു ആഗ്രഹം, ഒരു വ്യഗ്രത ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് മടി ഉണ്ടാകുകയില്ല. ഇതെല്ലാം ആയാലും നമ്മളെ തന്നെ പരിചരിക്കാനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് സമയം എല്ലാത്തിനും കണ്ടെത്തണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ മടി ഇല്ലാതെയാകും. അങ്ങനെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്.